നമസ്കാരം, KCN മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എൻഡോസൾഫാൻ ഇരകൾക്ക് ആശ്വാസധനം, നഷ്ടപരിഹാരം, ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവ ലഭ്യമാക്കുവാൻ 4ാം ഒപ്പുമരവുമായി എൻവിസാജ് രേഖപ്പെടുത്തുന്ന കയ്യൊപ്പുകൾ പ്രധാനമന്ത്രി അടക്കമുള്ള അധികാരികൾക്ക് അയച്ചുകൊടുക്കും. നാട്ടി ഉത്സവത്തിന് ആവേശം പകരാൻ റവന്യൂ വകുപ്പ് മന്ത്രിയുമെത്തി. AIYF കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി പെരുമ്പളയിൽ സംഘടിപ്പിച്ച നാട്ടി ഉത്സവം ശ്രദ്ധേയമായി. വ്യാജ നമ്പർ പ്ലേറ്റുമായി ഓടിയ ബുള്ളറ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് വ്യാജ വാഹനം പിടികൂടിയത്. വെള്ളൂർ പൊസളിക മാലങ്കി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ പ്രക്ഷോഭം ശക്തിപ്പെടുത്തുവാൻ സമരസമിതി തീരുമാനം. കേന്ദ്ര സർവകലാശാലയ്ക്ക് കീഴിലെ നിർദ്ദിഷ്ട മെഡിക്കൽ കോളേജ് അനുവദിക്കുന്നതിനായി സർവകക്ഷി സംഘം പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകും. കാഞ്ഞങ്ങാട്ട് ചേർന്ന ആക്ഷൻ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. CK ചിപ്പാർ 7ാം ചരമവാർഷിക ദിനം. പൈവളികയിൽ ആരോഗ്യ പരിശോധന ദന്തചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ലാബ് നവീകരിച്ചു. കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തിയായിരുന്നു നവീകരണം. സൗത്ത് കൊറിയൻ ഇന്റർനാഷണൽ തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് സ്വദേശിയുടെ സാന്നിധ്യവും. ഇന്ത്യൻ ടീമിന്റെ കോച്ചായി ഡോക്ടർ ഗിന്നസ് അനിൽകുമാർ ചാമ്പ്യൻഷിപ്പിൽ. വിശദമായ വാർത്തകളിലേക്ക്. എൻഡോസൾഫാൻ ഇരകൾക്ക് ആശ്വാസധനം, നഷ്ടപരിഹാരം, മറ്റ് ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവ ലഭ്യമാക്കുവാൻ 4ാം ഒപ്പുമരവുമായി എൻവിസാജ് രേഖപ്പെടുത്തുന്ന കയ്യൊപ്പുകൾ യഥാസമയം പ്രധാനമന്ത്രി അടക്കമുള്ള അധികാരികൾക്ക് അയച്ചുകൊടുക്കും. എൻവിസാജിന്റെയും ജോയിന്റ് ഫോറം ഫോർ ട്രൈബ്യൂണൽ റൈറ്റ്സിന്റെയും ആഭിമുഖ്യത്തിലാണ് പുതിയ പ്രതിരോധം. ജൂലൈ 19 മുതൽ 22 വരെ നടക്കുന്ന 4ാം ഒപ്പുമര കൂട്ടായ്മയിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 19-ാം തീയതി രാവിലെ 10 മണിക്ക് ഒപ്പുമര ചുവട്ടിൽ തയ്യാറാക്കിയ പന്തലിൽ ആദ്യത്തെ പരിപാടി ഒരു സംവാദമാണ്. സംവാദത്തിൻ്റെ വിഷയം ഭരണഘടനാവകാശ ലംഘനം, സഹജീവികൾക്ക് നീതി കിട്ടാൻ ഇനി നാം എന്ത് ചെയ്യണം, ഇതാണ് വിഷയം. അതിൽ ആമുഖമായി പ്രൊഫസർ MA റഹ്മാൻ, സ്വാഗതം ചെയ്യുന്ന GB വത്സൻ, അധ്യക്ഷത ഹസൻ മാങ്ങാട്, അതിൻ്റെ ഉദ്ഘാടനവും ഈ സംവാദത്തിലെ പ്രധാന പ്രഭാഷണവും എഴുത്തുകാരനായ NS മാധവൻ നിർവഹിക്കും. ദുരിതബാധിതരെ സംബന്ധിക്കുന്ന 3 കാര്യങ്ങളാണ് ഒപ്പുമര കൂട്ടായ്മയിലൂടെ ഇത്തവണ ഉന്നയിക്കുന്നത്. ഇരകൾക്ക് കേന്ദ്ര സർക്കാർ അനുവദിക്കേണ്ട 200 കോടി രൂപ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച സമഗ്ര സാന്ത്വന ചികിത്സാ കേന്ദ്രം, നഷ്ടപരിഹാരം തുടങ്ങിയവ അടിയന്തരമായി നടപ്പാക്കണമെന്നതാണ് ഈ 3 ആവശ്യങ്ങൾ. തീരുമാനങ്ങൾ നടപ്പിലായി കിട്ടുവാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സമ്മർദ്ദം ഉണ്ടാകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. 4 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന ഒപ്പുമര കൂട്ടായ്മയുടെ ഭാഗമായി വിപുലമായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. ഇതോടൊപ്പം പൊതുജനങ്ങളിൽ നിന്നും ഒപ്പുശേഖരിച്ച് പ്രധാനമന്ത്രി അടക്കമുള്ളവർക്ക് നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. എൻവിസാജിന്റെയും ജോയിന്റ് ഫോറം ഫോർ എൻഡോസൾഫാൻ ട്രിബ്യൂണൽ റൈറ്റ്സിന്റെയും ഭാരവാഹികളായ പ്രൊഫസർ MA റഹ്മാൻ, GB വത്സൻ, ഹസൻ മാങ്ങാട്, NS മാധവൻ, KK അശോകൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. നാട്ടി ഉത്സവത്തിന് ആവേശം പകരാൻ റവന്യൂ വകുപ്പ് മന്ത്രിയുമെത്തി. AIYF കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പെരുമ്പള കണിയാലത്തെ പാടത്ത് നാട്ടി ഉത്സവം സംഘടിപ്പിച്ചത്. നാടൻപാട്ടിന്റെ ആവേശവും പഴയകാല ഓർമ്മകളും ഉണർത്തിയാണ് പെരുമ്പള കണിയാലത്തെ പാടത്ത് നാട്ടി ഉത്സവം സംഘടിപ്പിച്ചത്. നാട്ടി ഉത്സവത്തിന് ആവേശം പകരാൻ റവന്യൂ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരനും എത്തി. AIYF കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി. പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ ഞാറുനടാനായി എത്തി. മന്ത്രിയാവുന്നതിനു മുമ്പ് കൃഷിപ്പണിയെടുത്തതിന്റെ ഓർമ്മകൾ നാട്ടുകാരൻ കൂടിയായ മന്ത്രി പങ്കുവച്ചു. നമ്മുടെ പുതിയ തലമുറയ്ക്ക് നെൽകൃഷിയെ സംബന്ധിച്ചും ഇതുപോലെ ഈ ചളിയിൽ ഇറങ്ങി ജോലി ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത സംബന്ധിച്ചുമെല്ലാം ഒരു പുതിയ അവബോധം, തിരിച്ചറിവുണ്ടാക്കാൻ ഇത് വലിയ സഹായമാകുമെന്നാണ് കരുതുന്നത്.
ഒരു പുറത്തെ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം നടപ്പാക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നാട്ടിലെ ജനങ്ങൾ നേരിട്ടിതിൽ പങ്കാളിത്തം വഹിക്കുന്നതിലൂടെ ഏറ്റവും വലിയൊരു ഉത്സവ അന്തരീക്ഷമാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ ആളുകളും സംഘടനകളും വ്യക്തികളും എല്ലാം നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയും വിപുലീകരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തരിശിട്ട 2 ഏക്കർ പാടത്താണ് നെൽകൃഷി ഇറക്കിയത്. പൂർണ്ണമായും ജൈവരീതിയിലാണ് കൃഷി. ചെമ്മനാട് കൃഷിഭവന്റെയും പാടശേഖര സമിതിയുടെയും സഹായത്തോടെയാണ് നെൽകൃഷിക്ക് തുടക്കം കുറിച്ചത്. ചടങ്ങിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം T കൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, V രാജൻ, V സുരേഷ് ബാബു, K കൃഷ്ണൻ, V സുപ്രീത്, രേണുക ഭാസ്കരൻ, E രാജഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് നിന്നും വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് ഓടുകയായിരുന്ന ബുള്ളറ്റ് പോലീസ് പിടികൂടി. വാഹന പരിശോധനയ്ക്കിടെയാണ് മറ്റൊരു ബുള്ളറ്റിന്റെ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച് നിരത്തിലോടുകയായിരുന്ന ബുള്ളറ്റ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നായിരുന്നു ടൗൺ CIയും സംഘവും വ്യാജ നമ്പർ പ്ലേറ്റുമായി ഓടിയ ബുള്ളറ്റ് കസ്റ്റഡിയിലെടുത്തത്. പെട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ബുള്ളറ്റ് കണ്ടത്. പോലീസിനെ കണ്ടയുടനെ ബുള്ളറ്റ് ഉപേക്ഷിച്ച് യാത്രക്കാരൻ രക്ഷപ്പെടുകയായിരുന്നു. ബുള്ളറ്റ് കസ്റ്റഡിയിലെടുത്ത ഉടനെ നമ്പർ നോക്കി പോലീസ് ഉടമസ്ഥനെ വിളിക്കുകയായിരുന്നു. എന്നാൽ തന്റെ ബുള്ളറ്റ് വീട്ടിൽ തന്നെയുണ്ടെന്നായിരുന്നു പോലീസിന് കിട്ടിയ മറുപടി. തുടർന്ന് ഉടമയോട് ബുള്ളറ്റുമായി സ്റ്റേഷനിലെത്തുവാൻ പോലീസ് നിർദ്ദേശിക്കുകയായിരുന്നു. 2 ബുള്ളറ്റുകളും പരിശോധിച്ച പോലീസ് കസ്റ്റഡിയിലെടുത്ത ബുള്ളറ്റിൻ്റേത് വ്യാജ നമ്പറാണെന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബണ്ട്വാൾ സ്വദേശിയുടേതാണ് വ്യാജനെന്നും പോലീസ് കണ്ടെത്തി. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് നമ്പർ മാറ്റിയ ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. അപ്പോൾ ഇത് വ്യാജമായിട്ടുള്ള നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് പല കുറ്റകൃത്യങ്ങളും ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള രീതിയിലാണ് ബൈക്കുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ വ്യാജമായി നിർമ്മിച്ച ബൈക്കിലെ ആളുകൾ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ അതിൽ ഒറിജിനൽ ആളാണ് പിടിക്കപ്പെടുക. അതാണ് ഇതിലേറ്റവും ദുരന്തമായിട്ടൊരവസ്ഥ എന്ന് പറയുന്നത്. കർണാടകയിൽ നിന്നും കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണത്. അത് ബണ്ട്വാളിലെ ഒരാളുടെ പേരിലാണ് അതിൻ്റെ രജിസ്ട്രേഷൻ. അതിൻ്റെ ഞങ്ങൾ ചേസിസ് നമ്പർ, എഞ്ചിൻ നമ്പർ നോക്കി ഡീറ്റെയിൽസ് എടുത്തപ്പോൾ അതാണ് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ കർണാടകയിൽ നിന്ന് മോഷണം നടന്ന് ആയിരിക്കാനാണ് സാധ്യതയുള്ളത്. ഇല്ല, ഒന്നും കസ്റ്റഡിയിലെടുത്തില്ല. ഇനി ആ ഭാഗത്തുണ്ടായിരുന്ന ക്യാമറകളൊക്കെ പരിശോധിച്ച് ആളെ കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. കാസർഗോട്ടും പരിസര പ്രദേശങ്ങളിലും ശക്തമായ രീതിയിലുണ്ടായിരുന്ന വാഹന പരിശോധന ഈ അടുത്ത കാലത്താണ് കുറഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് കാസർഗോട്ട് ആരംഭിച്ചത്. ഇതിന് പിന്നിൽ വിദഗ്ധ സംഘം തന്നെ പ്രവർത്തിക്കുന്നതായാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. സംഭവത്തിൽ ഊർജിതമായ അന്വേഷണം നടത്തുമെന്നും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ പിടികൂടുവാൻ വാഹന പരിശോധന ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് KCN. CK ചിപ്പാർ 7ാം വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യ പരിശോധന ദന്ത ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പൈവളികെ ലാൽബാഗിലെ കുളാൽ മന്ദിരത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. ലാൽബാഗ് സുഭാഷ് ഫ്രണ്ട് സർക്കിൾ, ശ്രീക്ഷേത്ര ധർമ്മസ്ഥല ഗ്രാമാഭിവൃദ്ധി യോജന, പൈവളികെ സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ആരോഗ്യ പരിശോധനയും ദന്ത ചികിത്സാ ക്യാമ്പും സംഘടിപ്പിച്ചത്. മംഗലാപുരം KMC ആശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ജീവിച്ചിരുന്ന കാലത്ത് നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നതാണ്. ഒരു നല്ല ജനസേവകനായിരുന്നു അദ്ദേഹം. ജനപ്രതിനിധി എന്ന നിലയിൽ പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് ഭരണരംഗത്ത് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പ്രകടിപ്പിച്ചിരുന്നു. നല്ല സഹകാരി എന്ന നിലയിൽ പൈവളിക്ക സർവീസ് സഹകരണ ബാങ്ക് കെട്ടിപ്പടുക്കുന്നതിൽ നിസ്തുലമായ സംഭാവന അദ്ദേഹം നൽകിയിട്ടുണ്ട്. ദേരമ്പള അമ്പാറു സദാശിവ ക്ഷേത്രം ചെയർമാൻ കൃഷ്ണപ്പ പൂജാരി അധ്യക്ഷത വഹിച്ചു. BV രാജൻ, PR ഷെട്ടി പൊയ്യോൽ, ശ്രീരാമ മൂടിത്തായ, കയ്യൂം മാനിയ, അഹമ്മദ് ഹുസൈൻ മാസ്റ്റർ, ലോറൻസ് ഡിസൂസ, അനിൽ ഷെട്ടി ബോളങ്കള, വിശ്വനാഥ ഗൌഡ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. വെള്ളൂർ പൊസൊളിക മാലങ്കി റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കുവാൻ റോഡ് വികസന സമരസമിതി തീരുമാനിച്ചു. നിരവധി തവണ പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടും അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് പ്രക്ഷോഭം ശക്തിപ്പെടുത്തുവാൻ തീരുമാനിച്ചതെന്ന് സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി 19-ന് കളക്ട്രേറ്റ് മാർച്ചും സത്യാഗ്രഹ സമരവും നടത്തും. ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ആഗസ്റ്റ് ആദ്യവാരം മുതൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രദേശത്തെ 100ഓളം കുടുംബങ്ങളെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഏക റോഡാണിത്. റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് നിവേദനങ്ങളും പരാതികളും നൽകി. എന്നാൽ നിരാശ മാത്രമായിരുന്നു ഫലം. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരസമിതി രൂപീകരിച്ച് പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. 1983-ൽ വെള്ളൂർ പഞ്ചായത്തിലെ പഞ്ചായത്ത് സംരക്ഷണത്തിലുള്ള റോഡുകളുടെ ലിസ്റ്റിൽ ഈ റോഡ് 2.5 കിലോമീറ്റർ റോഡുണ്ട്. വളരെ ക്ലിയറാണ് ഈ റോഡിൻ്റെ കാര്യത്തിൽ. എന്നാൽ ജന്മിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഇതുവരെ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചത്. ഈ പുതിയ സമരത്തിൻ്റെയും ഉയർന്നു വന്നിട്ടുള്ള വാർത്തകളുടെയെല്ലാം അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ ആ റോഡിൻ്റെ എല്ലാ രേഖകളും വരണാധികാരികൾക്ക് കൈമാറാൻ വേണ്ടി നിർബന്ധമായിട്ടുണ്ട്. അതിൻ്റെ രേഖ ഇപ്പോൾ ഞങ്ങളുടെ കൈവശമുണ്ട്. സ്വാഭാവികമായും ആ റോഡ് പഞ്ചായത്തിൻ്റെ അധീനതയിലാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ആ റോഡിൻ്റെ വികസനം അടിയന്തരമായി നടപ്പിലാക്കണമെന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യം. സമരസമിതി ചെയർപേഴ്സൺ വി ഉഷ, കൺവീനർ എച്ച് സീതാരാമ, കെ ജയൻ, എച്ച് നീല, എച്ച് രാജീവി, ടി സരസ്വതി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേന്ദ്ര സർവകലാശാലയ്ക്ക് കീഴിലെ നിർദ്ദിഷ്ട മെഡിക്കൽ കോളേജ് അനുവദിക്കുന്നതിനായി സർവകക്ഷി സംഘം പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകും. കാഞ്ഞങ്ങാട് ചേർന്ന ആക്ഷൻ കമ്മിറ്റി യോഗമാണ് തീരുമാനമെടുത്തത്. നിർദ്ദിഷ്ട മെഡിക്കൽ കോളേജ് പെരിയയിൽ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് 12-അംഗ നിവേദക സംഘം പ്രധാനമന്ത്രിയെ കാണുന്നത്. ജില്ലയുടെ പിന്നോക്കാവസ്ഥ കണക്കിലെടുത്ത് എയിംസ് മാതൃകയിൽ മെഡിക്കൽ കോളേജ് ജില്ലയിൽ അനുവദിക്കണമെന്നാണ് നിവേദക സംഘം ആവശ്യപ്പെടുന്നത്. 21-ന് മുഖ്യമന്ത്രി പിണറായിയെ കണ്ട് നിവേദനം നൽകാനും തീരുമാനിച്ചു. കാഞ്ഞങ്ങാട്ട് നടന്ന ആക്ഷൻ കമ്മിറ്റി യോഗത്തിൽ പി കരുണാകരൻ എം പി അധ്യക്ഷനായി. കേന്ദ്ര ഉപരാഷ്ട്രപതി, കേന്ദ്ര ആരോഗ്യമന്ത്രി എന്നിവർക്കും നിവേദനം നൽകും. 2 കാര്യങ്ങളായിരുന്നു അന്ന് പ്രധാനമായിട്ടും തീരുമാനിച്ചത്. ഒന്ന്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ VC-യെ കണ്ടുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അവർ അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കാനാണ്. അത് നേരത്തെ തന്നെ എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് നടത്തിയിരുന്നു. രണ്ടാമത് നമ്മൾ തീരുമാനിച്ചത് പാർലമെൻറ്റിൽ ചേരുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ്, ആരോഗ്യമന്ത്രി, അതേപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ ഇവരെ കാണണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പരിപാടിയിൽ വന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് നമ്മുടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞതാണ്. ആ ചുറ്റുപാടിൽ അവരെ കാണേണ്ടതുണ്ട്. അങ്ങനെ അത് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം കൂടെ എടുത്തിരിക്കുകയാണ്. പെരിയ കേന്ദ്ര സർവകലാശാലയിൽ ഹോസ്റ്റൽ കെട്ടിടങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിലെത്തിയ ഉപരാഷ്ട്രപതി മെഡിക്കൽ കോളേജ് അനുവദിക്കുന്നതിനായി മുൻകൈയെടുക്കുമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് പി കരുണാകരൻ എം പിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി പ്രതിനിധികൾ യോഗം ചേർന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. കാഞ്ഞങ്ങാട്ട് നടന്ന യോഗത്തിൽ ആക്ഷൻ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ കെ കുഞ്ഞിരാമൻ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ S. നായർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, കെ ശ്രീകാന്ത്, PP രാജു, VK രമേശൻ, മാട്ടുമ്മൽ ഹസൻ, CK ശ്രീധരൻ, ഹമീദ്, രാമചന്ദ്രൻ നായർ, അസീനാർ നുള്ളിപ്പാടി, TK നാരായണൻ, EV ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജമിയത്തുൽ മുഅല്ലിമീൻ അന്തർ സംസ്ഥാന സാരഥി സംഗമവും നേതൃത്വ പരിശീലനവും ബുധനാഴ്ച ചെർക്കളയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ചെർക്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിലാണ് സാരഥി സംഗമവും നേതൃത്വ പരിശീലനവും സംഘടിപ്പിക്കുന്നത്. ജമിയത്തുൽ മുഅല്ലിമീന് കീഴിലുള്ള 427 റേഞ്ചുകളിലെ പ്രധാന ഭാരവാഹികളടക്കം 2000 പ്രതിനിധികൾ സാരഥി സംഗമത്തിൽ പങ്കെടുക്കും. കേരളത്തിന് പുറമെ കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളും സംഗമത്തിൽ പങ്കെടുക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. SKSSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും. സമസ്ത സെക്രട്ടറി ആലിക്കോയ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും. ജമിയത്തുൽ മുഅല്ലിമീൻ്റെ 60ാം വാർഷികം 2019 ഫെബ്രുവരി മാസത്തിൽ എറണാകുളത്ത് വെച്ച് വളരെ വിപുലമായ രീതിയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി 60 ദിന കർമ്മ പദ്ധതികളുണ്ട്. അതിലെ ഒരു പദ്ധതി മാത്രം സാരഥി സംഗമം ചെർക്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. ബുധൻ 18-ാം തീയതി ജൂലൈ 18 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് സുപ്രഭാതം ഡയറക്ടറും SYSൻ്റെ സംസ്ഥാന ട്രഷറർ കൂടിയായ മെട്രോ മുഹമ്മദ് ഹാജി പതാക ഉയർത്തി പരിപാടിക്ക് തുടക്കം കുറിക്കും. ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ പ്രസിഡന്റ് TP അലി ഫൈസി, ജനറൽ സെക്രട്ടറി സയ്യിദ് ഹുസൈൻ തങ്ങൾ മാസ്തിക്കുണ്ട്, മൊയ്തു മൗലവി ചെർക്കള, ഹുസൈൻ തങ്ങൾ, ലത്തീഫ് മൗലവി ചെർക്കള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TM
ചാരിറ്റബിൾ ട്രസ്റ്റും ഉദ്യാവ ജംഗ്ഷൻ ഗേൾസും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മംഗലാപുരം KMC ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയായിരുന്നു രക്തദാന ക്യാമ്പ്. കുഞ്ചത്തൂർ GLP സ്കൂളിൽ നടന്ന രക്തദാന ക്യാമ്പ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് അസീസ് ഹാജി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ ഉദ്യാവർ, ബഷീർ ആരോ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ അബ്ദുല്ല ഗുഡ്ഡഗേരി, അഹമ്മദ് ഗോവ, സൈഫുള്ള തങ്ങൾ, ഷാഫി ചെങ്കള, ബദ്രുദ്ദീൻ സന്തോഷ് നഗർ, ഹമീദ് ഹൊസങ്കടി, UH അബ്ദുൽ റഹ്മാൻ, സക്കരിയ ഉദ്യാവർ, റഫീഖ് ഉദ്യാവർ എന്നിവർ സംസാരിച്ചു. 100 കണക്കിന് പേർ ക്യാമ്പിൽ പങ്കെടുത്തു. അബ്ദുൽ റഹ്മാൻ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി വിജ്ഞാനോത്സവം സംഘടിപ്പിക്കും. ജില്ലാതല പരിശീലനം ഹൊസ്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായാണ് വിജ്ഞാനോത്സവം സംഘടിപ്പിക്കുന്നത്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലിറങ്ങിയതിന്റെ 50-ാം വാർഷികവും ഇന്റർനാഷണൽ ആസ്ട്രോണമിക് യൂണിയന്റെ 100-ാം വാർഷികവും 2019 ആചരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ബഹിരാകാശം മുഖ്യ വിഷയമായി എടുത്തുകൊണ്ടാണ് വിജ്ഞാനോത്സവം സംഘടിപ്പിക്കുന്നത്. വിജ്ഞാനോത്സവത്തിനായുള്ള ജില്ലാതല പരിശീലനം നടന്നു. ഹോസ്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KV പുഷ്പ ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്ത്രബോധമുള്ള തലമുറ വരേണ്ടതിന്റെ ആവശ്യകത നമ്മൾ ദിനംപ്രതി നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക. കൃത്യമായ നിലപാടുകൾ എടുത്തുകൊണ്ട് കുട്ടികളിൽ അത്തരം ചിന്താഗതികൾ ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾക്ക് ഈ വിജ്ഞാനോത്സവം പോലുള്ള പരിപാടികൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. കപട ശാസ്ത്രലോകത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ചിന്തിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തമാക്കണം. അതിനാദ്യം വേണ്ടത് നല്ലൊരു ശാസ്ത്രബോധം ഉണ്ടാക്കുക എന്നതാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെങ്കിൽ ജില്ലാ സയൻസ് ക്ലബ്ബ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ജനാർദ്ദൻ മാസ്റ്റർ അധ്യക്ഷനായി. ISRO റിട്ടയർഡ് സയന്റിസ്റ്റ് ഡോക്ടർ PM സിദ്ധാർത്ഥൻ ക്ലാസ് എടുത്തു. MV ഗംഗാധരൻ സ്വാഗതവും V മധുസൂദനൻ നന്ദിയും പറഞ്ഞു. സിറ്റി ഗോൾഡ് ഫാഷൻ ജ്വല്ലറി ഹജ്ജ് ഉംറ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ഹജ്ജ് ഉംറ പഠന ക്ലാസിന് അൽ ഹാഫിൾ സിറാജുദ്ദീൻ അൽ ഖാസമി പത്തനാപുരം നേതൃത്വം നൽകി. ഹജ്ജിന് പോകുന്നവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനായാണ് ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ഹജ്ജ് ക്ലാസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സിറ്റി ഗോൾഡ് ചെയർമാൻ കരീം സിറ്റി ഗോൾഡ് തുടങ്ങിയ നിരവധി പ്രമുഖർ സംബന്ധിച്ചു. ഹജ്ജ് മുംബൈ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ പേടിയാണ്. എന്ത് എന്ന് യഥാർത്ഥത്തിൽ ഇത്രയും എളുപ്പമുള്ള മറ്റൊന്നുമല്ല. പക്ഷെ നമ്മൾ അതിന് സജ്ജീകരിക്കട്ടെ, നമ്മൾ സജ്ജരായിരിക്കണം എന്നതാണ് അതിൻ്റെ യഥാർത്ഥം. നമ്മുടെ എല്ലാ ശ്രദ്ധകളും മാറ്റിക്കൊണ്ട് കുറഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേക സ്ഥലങ്ങളിൽ ഒരുമിച്ചുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ് ഹജ്ജ് മുംബ എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് KCN. ചെറുവത്തൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ നിലവിൽ പ്രവർത്തിച്ചു വരുന്ന ലാബ് നവീകരിച്ചു. കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തിയായിരുന്നു നവീകരണം. M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂരിലെ VV സ്മാരക സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിലവിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ലാബ് നവീകരിച്ചു. M രാജഗോപാലൻ MLA നവീകരിച്ച ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി അധ്യക്ഷനായി. കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തിയായിരുന്നു ലാബിന്റെ നവീകരണം. ആധുനിക ചികിത്സാ സംവിധാനം സാധാരണക്കാർക്ക് ഉറപ്പുവരുത്തുക എന്ന ജനക്ഷേമപരമായിട്ടുള്ള ലക്ഷ്യം സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വ്യത്യസ്തമായി എല്ലാ ആശുപത്രികളും വളരെ ആക്റ്റീവായിക്കൊണ്ടിരിക്കുകയാണ്. രോഗി സൗഹൃദ ആശുപത്രികൾ എന്നുള്ള പുതിയ കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ PHCകൾ, തിരഞ്ഞെടുക്കപ്പെട്ട PHCകളെല്ലാം തന്നെ കുടുംബക്ഷേമ കേന്ദ്രങ്ങളാക്കി പ്രവർത്തിക്കുകയുണ്ടായി. മുഴുവനും ഓട്ടോമാറ്റിക്കായ അനലൈസറാണ് നവീകരണത്തിന്റെ ഭാഗമായി ലാബിൽ സ്ഥാപിച്ചിരിക്കുന്നത്. രക്തഘടകങ്ങളുടെ വിപുലമായ പരിശോധന സാധ്യമാക്കുന്നതിന് പുറമെ അത്യാധുനിക സംവിധാനങ്ങളിലൂടെ പരിശോധനാ ഫലം എത്രയും വേഗത്തിൽ ലഭിക്കുകയും ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K നാരായണൻ മാസ്റ്റർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ VV സുനിത, K കണ്ണൻ മാസ്റ്റർ, മുകേഷ് ബാലകൃഷ്ണൻ, ജോൺ ഐമൺ, V നാരായണൻ, ലത്തീഫ് നീലഗിരി, PP ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. സാമൂഹികാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ DG രമേശ് സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ PV മഹേഷ് കുമാർ നന്ദിയും പറഞ്ഞു. ദേശീയപാത വികസനത്തിന്റെ പേരിൽ കാര്യാങ്കോട്ട് കുടിവെള്ള പദ്ധതി ഇല്ലായ്മ ചെയ്യാൻ നീക്കം. ഇതിനെതിരെയുള്ള പ്രതിഷേധവും ശക്തമാകുന്നു. കാര്യാങ്കോട്ടെ മൈത്രി പുരുഷ കൂട്ടായ്മ ധർണാ സമരം നടത്തി.
പള്ളിക്കര മേൽപ്പാല നിർമ്മാണം, ദേശീയപാത വികസനം എന്നിവയുടെ ഭാഗമായാണ് കാര്യങ്കോട് കുടിവെള്ള പദ്ധതി ഉൾപ്പെടുന്ന ഭാഗം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. ആദ്യഘട്ടത്തിൽ അലൈൻമെന്റ് ഇല്ലാതിരുന്ന പദ്ധതി പിന്നീട് ഉൾപ്പെടുത്തുകയായിരുന്നു. കുടിവെള്ള പദ്ധതി നിലനിർത്തണമെന്നും ബദൽ സംവിധാനമൊരുക്കാതെ കുടിവെള്ളം മുട്ടിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കാര്യങ്കോട് മൈത്രി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ജനങ്ങൾ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊക്കെ അറിയാം, വേനൽക്കാലമായാലും മഴക്കാലമായാലും ഏറ്റവും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളാണ് കാര്യങ്കോടും അതുപോലെ തന്നെ അതിന് തൊട്ടടുത്ത് കിടക്കുന്ന ചെമ്മാക്കരയായാലും കഴിഞ്ഞിക്കുഴിയായാലും അതുപോലെ തന്നെ കൊളോത്തിരുത്തിയായാലും ഈ സമീപ പ്രദേശങ്ങളൊക്കെ തന്നെ ഏറ്റവും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളാണ്. ആ നിലയ്ക്കാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ഈ പ്രദേശത്ത് ആരംഭിക്കുകയും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഗുണകരമായ രീതിയിൽ ഈ പദ്ധതി അടുത്ത കാലം വരെയും പ്രവർത്തിച്ചു. വാട്ടർ അതോറിറ്റി പമ്പ് ഹൗസിന് മുന്നിൽ നടന്ന ധർണയിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. സംഘം സെക്രട്ടറി രമേശൻ കാര്യങ്കോട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഇ രമേശൻ അധ്യക്ഷനായി. എ കുഞ്ഞിരാമൻ, കെ രാജു, കെ പ്രഭാകരൻ, ടി കെ ശ്രീധരൻ, കെ അശോകൻ എന്നിവർ നേതൃത്വം നൽകി. സൗത്ത് കൊറിയൻ ഇന്റർനാഷണൽ തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് ജില്ലക്കാരന്റെ സാന്നിധ്യവും. ഇന്ത്യൻ ടീമിന്റെ കോച്ചായി ഡോക്ടർ ഗിന്നസ് അനിൽകുമാർ ചാമ്പ്യൻഷിപ്പിലെത്തി. ചെറുവത്തൂർ സ്വദേശിയാണ് ഇദ്ദേഹം. ജൂലൈ 15 മുതൽ 22 വരെ സൗത്ത് കൊറിയയിലെ ചോസൺ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഗാൻജു ഇന്റർനാഷണൽ തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന 72 അംഗ ഇന്ത്യൻ ടീമിന്റെ കോച്ചായാണ് കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശിയെ നിയമിച്ചത്. ഡോക്ടർ ഗിന്നസ് അനിൽകുമാറിനെയാണ് കോച്ചായി നിയമിച്ചത്. ടീം ഇപ്പോൾ ഡൽഹിയിൽ പരിശീലനത്തിലാണ്. ഡൽഹി, പഞ്ചാബ്, മധ്യപ്രദേശ്, മുംബൈ, വെസ്റ്റ് ബംഗാൾ, ആസാം, കർണാടക, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നായി ആൺ പെൺ വിഭാഗങ്ങളിലായി സബ് ജൂനിയർ, ജൂനിയർ, കേഡറ്റ്, സീനിയർ തലങ്ങളിലാണ് മത്സരങ്ങൾ പങ്കെടുക്കുക. കൂടാതെ കൊറിയൻ ഗ്രാൻഡ് മാസ്റ്റർമാരുടെ 4 ദിവസത്തെ വിദഗ്ധ പരിശീലനവും ഇന്ത്യൻ ടീമിന് ലഭിക്കും. ഇത്തവണ ഇന്ത്യൻ ടീം മികച്ച മെഡൽ പ്രതീക്ഷ പുലർത്തുന്നുണ്ടെന്ന് ടീം കോച്ച് അനിൽകുമാർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. എൻഡോസൾഫാൻ ഇരകൾക്ക് ആശ്വാസധനം, നഷ്ടപരിഹാരം, ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവ ലഭ്യമാക്കുവാൻ 4ാം ഒപ്പുമരവുമായി എൻവിസാജ് രേഖപ്പെടുത്തുന്ന കയ്യൊപ്പുകൾ പ്രധാനമന്ത്രി അടക്കമുള്ള അധികാരികൾക്ക് അയച്ചുകൊടുക്കും. നാട്ടി ഉത്സവത്തിന് ആവേശം പകരാൻ റവന്യൂ വകുപ്പ് മന്ത്രിയുമെത്തി. AIYF കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി പെരുമ്പളയിൽ സംഘടിപ്പിച്ച നാട്ടി ഉത്സവം ശ്രദ്ധേയമായി. വ്യാജ നമ്പർ പ്ലേറ്റുമായി ഓടിയ ബുള്ളറ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് വ്യാജ വാഹനം പിടികൂടിയത്. വെള്ളൂർ പൊസലിക മാലങ്കി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ പ്രക്ഷോഭം ശക്തിപ്പെടുത്തുവാൻ സമരസമിതി തീരുമാനം. കേന്ദ്ര സർവകലാശാലയ്ക്ക് കീഴിലെ നിർദ്ദിഷ്ട മെഡിക്കൽ കോളേജ് അനുവദിക്കുന്നതിനായി സർവകക്ഷി സംഘം പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകും. കാഞ്ഞങ്ങാട്ട് ചേർന്ന ആക്ഷൻ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. CK ചിപ്പാർ 7ാം ചരമവാർഷിക ദിനം. പൈവളികയിൽ ആരോഗ്യ പരിശോധന ദന്തചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ലാബ് നവീകരിച്ചു. കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തിയായിരുന്നു നവീകരണം. സൗത്ത് കൊറിയൻ ഇന്റർനാഷണൽ തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് സ്വദേശിയുടെ സാന്നിധ്യവും. ഇന്ത്യൻ ടീമിന്റെ കോച്ചായി ഡോക്ടർ ഗിന്നസ് അനിൽകുമാർ ചാമ്പ്യൻഷിപ്പിൽ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.